ഒരുപാട് ബുക്കുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വായിച്ചിട്ട് എനിക്കൊരു കുന്തവും മനസ്സിലാവണില്ല. ഒരു കുന്തവും മനസ്സിലാകത്തോണ്ടാണല്ലോ മാർക്കൊന്നും ഇല്ലാത്തത്. ഒരുമാതിരി കാർത്ത് പറയണ പോലെ ബുജികളുടെ സ്വഭാവം ഇറക്കല്ലേ ഇറങ്ങി. ഞാൻ ഇത്തിരി പഠിക്കും. അതിനെന്തിനാണ് എല്ലാവർക്കും എന്റെ അടുത്ത് ഇത്ര അസൂയ? എന്റെ ദൈവമേ, പാവത്തങ്ങൾക്ക് ഇത്ര ബുദ്ധി തരല്ലേ. ജാട, ഭയങ്കര ജാട, സഹിക്കാൻ പറ്റൂല. ദൈവമേ. മക്കളെ മക്കളെ തിരക്കിലാണോ? അയ്യോ ഇല്ല ചെല്ല, പറഞ്ഞോ. ഇതൊന്ന് നോക്ക്. അച്ഛന്റെ SSLC പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. നോക്കട്ടെ. അയ്യേ, 600-ൽ 530 മാർക്കേ ഉള്ളോ? 530 ഡിസ്റ്റിങ്ഷൻ മാർക്കാണ്. അതെ, അന്ന് നാട്ടുകാരുണ്ടല്ലോ എനിക്ക് അവാർഡ് സ്വീകരണമൊക്കെ തന്നു. അറിയാമോ, അന്ന് ആ പഞ്ചായത്തില് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച ഒറ്റ ആളേ ഉള്ളൂ ഒരു വേലായത്. ഇന്ന് അയാൾ അവിടെ വില്ലേജ് ഓഫീസറാണ്. അച്ഛന് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞല്ലേ ഞാൻ. അപ്പൊ അച്ഛന് പ്രീ ഡിഗ്രിക്കൊക്കെ നല്ല മാർക്ക് ആയിരുന്നിട്ടുണ്ടാവും അല്ലേ? അതെ. അമ്മേ ഒന്ന് വന്നേ. അച്ഛന്റെ മാർക്കല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഡിഗ്രിക്ക് പക്ഷെ അച്ഛനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ഞാനാണ്. കൊമേഴ്സ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിൽ വേറെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോകുമായിരുന്നു. അന്ന് എനിക്ക് പഠിത്തത്തിൽ അത്ര ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത് കിട്ടിയത്. എന്നാലും അച്ഛനെ സമ്മതിക്കണം കേട്ടാ. സത്യത്തിലേ ഞാൻ IAS കോച്ചിങ്ങിന് പോയവനാണ്. അറിയോ, ഇപ്പോഴും നാട്ടുകാരുടെ ഒക്കെ വിചാരിച്ചറിയുമോ ഞാൻ എവിടെ കളക്ടർ ആണെന്നാണ്. അയ്യോ മതി മതി മതി, കൂടുതലങ്ങ് പൊങ്ങിപ്പോണ്ട. ഒരു പൊടിക്ക് അടങ്ങുന്നില്ല താഴെ. എന്തടി നിനക്ക്? എടി ഞാൻ കഷ്ടപ്പെട്ടതേ എനിക്കല്ലേ അറിയാവുള്ളൂ. അറിയാം, നിങ്ങൾ കഷ്ടപ്പെട്ട കഥ തരും. പക്ഷെ ഇനി അത് പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ പ്ലീസ്. അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെക്കാട്ടിയും കഷ്ടപ്പാടിൽ നിന്ന് പഠിച്ച് വലുതായി അച്ഛനെക്കാട്ടിയും വലിയ നിലയിലെത്തിയ ആൾക്കാരെ നമുക്കറിയാം. ഉണ്ടാവും, ശരി. പക്ഷെ രവി കഷ്ടപ്പെട്ടതും പാടുപെട്ടതും രവിക്ക് മാത്രമല്ലേ ഭംഗിയായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ടാ പഠിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലെ ഇരുന്ന് പഠിച്ചവന്റെ നേട്ടത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ എല്ലാരും മതിമറന്ന് ജീവിക്കണത് കേട്ടാ. ആ പറഞ്ഞിട്ട് പോയതിലേ ഒരു അഹങ്കാരത്തിന്റെ ധ്വനി ഒളിഞ്ഞു കിടപ്പില്ലേ? ഉണ്ടടി, ഉണ്ട്. കൊടുക്കണം. മണി, കറണ്ട് പോയാ? ഇതെന്ത് ഇപ്പൊ ഒരു കറണ്ട് പോയി? മൊബൈൽ എവിടെ? മണി, ടോർച്ച് എവിടെ? മണി, മണി, ഓ നീ എവിടെ? വേളോ? ഞാൻ ഇവിടെ ഇരിക്കാ. കറണ്ട് പോയല്ലോ. എടി, എന്റെ മൊബൈൽ കണ്ടോ? ഇല്ല. നിന്റെ മൊബൈൽ കയ്യിലുണ്ടോ? എന്റെ ഫോണില്ല. നീ എവിടെ എന്തെടുക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കണ്. ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്തോന്നു? മണ്ണെണ്ണ റാന്തല? അതെ. ഈ റാന്തല എവിടെ നിട്ടി? ഓ, ഇത് ഒപ്പിച്ച പാട് ഞങ്ങൾക്കറിയാം. പിന്നെ അച്ഛന്റെ കഷ്ടപ്പാട് കണ്ടേ ഞങ്ങള് ഫ്യൂസ് ഒക്കെ ഊരി. അപ്പൊ കറണ്ട് പോയതല്ലേ? അല്ല അല്ല, ഞാൻ ഊരിയതാ. എന്തിന്? മണ്ണെണ്ണ വെട്ടത്തിരുന്ന് പഠിക്കാൻ എന്നല്ലേ നമ്മൾ വലിയ ആളാവുള്ളൂ. ചേച്ചിയേ, ഈ മണ്ണെണ്ണ വിളക്കിന്റെ മണ്ണെണ്ണ തീർന്നു പോയാലേ നമ്മൾ എങ്ങനെ പഠിക്കും? മണ്ണെണ്ണ തീർന്നു പോയാൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലിരുന്ന് പഠിക്കും. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ ഇരുന്ന് പഠിച്ചാലേ നമുക്ക് ഡിസ്റ്റൻഷനും ബ്ലാങ്ക് ഹോൾഡർ ഒക്കെ കിട്ടും. ഓഹോ, അപ്പൊ ഈ സ്ട്രീറ്റ് ലൈറ്റ് അണഞ്ഞു പോയാ എന്ത് ചെയ്യും? സ്ട്രീറ്റ് ലൈറ്റ് അണഞ്ഞു പോയാ നമ്മൾ വല്ലവരുടെയും വീട്ടിൽ മണ്ണെണ്ണ പോയി കടം ചോദിക്കും. അത് കൊള്ളാം, നല്ല ഐഡിയ. കൊള്ളാം. നീയൊക്കെ എന്നെ കളിയാക്കുകയായിരുന്നല്ലേ? നിന്നെ